രുചിഭേദങ്ങൾ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. നല്ലൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇതിൽ പിന്നെ ഞാൻ എപ്പോഴും ചെയ്യണ പോലെ മുട്ടയില്ല, അതുപോലെ തന്നെ കണ്ടൻസ് മിൽക്ക്, ബട്ടറൊന്നും ചേർക്കാതെ നമ്മൾ സാധാരണ ഒരു കടായിലാണ് ബേക്ക് ചെയ്തെടുത്തത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാട്ടോ. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഞങ്ങളുടെ വീട്ടിലെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിന് വേണ്ടി ഉണ്ടാക്കിയൊരു കേക്കാട്ടോ. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനലും വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുത്ത് വെക്കണം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ശേഷം 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി അഥവാ മിൽക്ക് പൗഡർ, പിന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഇനി അടുത്ത് വേറൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. റൂം ടെമ്പറേച്ചറിലായിരിക്കണം പാല്. അതിന് ശേഷം ഞാനൊരു ബൗളിൽ 2 ടീസ്പൂൺ ഇളം ചുടുവെള്ളം എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. 1 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്തിട്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒരു പ്രാവശ്യം കൂടെ മിക്സ് ചെയ്തെടുക്കണം. ശേഷം നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതൊരു അരിപ്പയിലൂടെ തന്നെ വീണ്ടും ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾ കുറച്ചായിട്ട് മിക്സ് ചെയ്തെടുക്കണതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞാനിങ്ങനെ ചെയ്യണമെന്ന് മാത്രം. അതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവർ മിക്സിങ് പാടില്ല, അതുപോലെ മിക്സിങ് കുറഞ്ഞും പോകരുത്. എല്ലാ കേക്ക് വീഡിയോസിലും പറയണതാണ്. അപ്പം ഞാനിവിടെ 1/4 കപ്പ് പാലൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ 1/4 കപ്പേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ടോട്ടലായിട്ട് 1 കപ്പ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത ശേഷം 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുകയാണ്. ബേക്കിംഗ് സോഡയും വിനീഗറും കൂടെ നന്നായിട്ട് ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അപ്പോൾ കേക്ക് നന്നായിട്ട് സോഫ്റ്റായി കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അതിന് ശേഷം ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ നേരത്തെ തന്നെ ഗ്രീസ് ചെയ്ത് ടിൻ റെഡിയാക്കി വെക്കണം. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് എയർ ബബിൾസ് കളയുകയാണ്. അതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത ശേഷം നേരത്തെ തന്നെ ഞാൻ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അതിലേക്ക് കേക്ക് ടിൻ പതുക്കെ ഇറക്കി വെക്കുക. ഇറക്കി വെച്ച ശേഷം നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 40 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. എനിക്ക് കറക്റ്റായിട്ട് ഒരു 35 മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ബേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ടൂത്ത് പിക്കോ കത്തിയോ കൊണ്ട് ജസ്റ്റ് മിഡിൽ പോർഷൻ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കി ക്ലീനായി വരികയാണെങ്കിൽ നമ്മുടെ കേക്ക് നന്നായി ബേക്കായി എന്നർത്ഥം. അതിന് ശേഷം ഉടനെ തന്നെ മാറ്റി വെക്കണം. മാറ്റി വെച്ച് നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ അൺമോൾഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ സൈഡ്സൊക്കെ സ്പാച്ചുല കൊണ്ടോ അല്ലെങ്കിൽ ഒരു കത്തി കൊണ്ടോ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് തിരിച്ചിടാം. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലുള്ള ബട്ടർ പേപ്പർ ഒന്ന് എടുത്ത് മാറ്റണം. എപ്പോഴും ആറിയ ശേഷം മാത്രമേ നമ്മൾ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. ചൂടോടെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് പൊടിഞ്ഞു പോവും കേക്ക്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാട്ടോ. ഇത് വെറുതെ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കേക്ക് കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പായിട്ടുള്ള ഒരു കേക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ലെയേഴ്സ് മേൽക്ക് മേൽ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ചെറിയ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കുറച്ച് ചെറിയും കൂടെ ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് ചെറിയ സിറപ്പ് മസ്റ്റാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ ശേഷം ആറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് വിപ്ഡ് ക്രീമാണ്. അപ്പോൾ ഞാനിത് വിസ്കും അതുപോലെ തന്നെ കടകോലൊക്കെ കൊണ്ടാണ് ബീറ്റ് ചെയ്തിരിക്കണേ. നമ്മുടെ ഇതിന് തൊട്ട് മുമ്പത്തുള്ള വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഹാൻഡ് വിസ്കും കടകോലൊക്കെ കൊണ്ട് നല്ല സ്റ്റിഫ് പീക്കായിട്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അത് കാണുക. നമുക്ക് എളുപ്പത്തിൽ ഇതുപോലുള്ള കേക്ക്സ് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് മൊത്തം 4 ലെയർ വേണം. അപ്പോൾ ഒരു കേക്കിൽ നിന്ന് ഞാൻ 2 ലെയറായിട്ടാണ് കട്ട് ചെയ്യണത്.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 3 ലെയറായിട്ടും കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ പക്ഷേ 2 ലെയറായിട്ടേ കട്ട് ചെയ്യുള്ളൂ ഇത്തവണ. അപ്പോൾ ഞാൻ കേക്ക് പ്ലേസ് ചെയ്യാനായിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള നമ്മുടെ സാധാരണ ട്രേ ഉണ്ടല്ലോ അതെടുക്കുകയാണ്. അപ്പോൾ കേക്ക് ബോർഡിനായിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല 2 കട്ടിയുള്ള കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അത് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച ശേഷം അലുമിനിയം ഫോയിൽ കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കേക്കിന് ഇതാണ് നമ്മുടെ കേക്ക് ബോർഡ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ക്രീം തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ ആദ്യത്തെ ലെയർ കേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, നന്നായിട്ടൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ഞാൻ ചെറി വേറെ സിറപ്പ് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് എളുപ്പത്തിനായിട്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് നല്ല മോയിസ്റ്റ് ആയിരിക്കും, അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ വെറ്റ് ചെയ്ത് കൊടുക്കാൻ. അതിന് ശേഷം വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. അതെല്ലായിടത്തും ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചെറീസ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുകയാണ്. അതിന് മുകളിലായിട്ട് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതില്ലാതെ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ നമുക്ക് നല്ല ടേസ്റ്റോടെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റോടെ തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഞാൻ സെക്കൻഡ് ലെയർ വെച്ചു. അതിന് ശേഷം വീണ്ടും വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. വീണ്ടും കേക്കിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കൊടുത്ത ശേഷം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ആവാനായിട്ട് വെക്കുകയാണ്. ഇത് നമുക്ക് ക്രം കോട്ട് ഇല്ലാതെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഒരു രീതിയിലേ ചെയ്യുള്ളൂ. അപ്പോൾ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം വീണ്ടും എടുത്ത ശേഷം ഒരു കോട്ട് കൂടെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ തവണയെങ്കിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് അങ്ങനെയും ചെയ്യാം, പക്ഷേ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. എനിക്ക് കുറച്ചുകൂടെ നന്നായി തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഈ ഒരു കേക്കിന് നന്നായിട്ട് ലെവൽ ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ, കാരണം നമ്മൾ ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാണല്ലോ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നല്ല ഷേപ്പൊന്നും വേണമെന്നില്ലാത്തൊരു കേക്കാണ് ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും അതുപോലെ തന്നെ റെഡ് വെൽവെറ്റൊക്കെ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം എന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ നോസിലൊന്നും ഇല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു കവറിൽ വിപ്പിംഗ് ക്രീം ആക്കിയ ശേഷം ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിന് മുകളിലായിട്ട് ചെറീസൊക്കെ വെച്ച് കൊടുത്ത് കേക്കിൻ്റെ സൈഡിലും അതുപോലെ മേൽഭാഗത്തും ഇങ്ങനെ ചോക്ലേറ്റ്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും ചോക്ലേറ്റ്സ് സ്പ്രെഡ് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന്. ഇടയ്ക്ക് ഒരു വൈറ്റ് കളറൊക്കെ കാണുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി തോന്നി. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലെ കുറച്ച് കേക്ക് വീഡിയോസ് എല്ലാവർക്കും ചെയ്യണ പോലെ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും കണ്ടു നോക്കുക, അതുപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ചെയ്തത് എൻ്റെ സിസ്റ്ററുടെ മോൻ്റെ 28 ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഓൾ.